സ്റ്റോപ്പില്ലാത്ത ഇടത്തു നിന്നും കൈകാണിച്ചപ്പോൾ ബസ് നിർത്തിയില്ലെന്ന് ആരോപിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന സ്വകാര്യ ബസ്സിലേക്ക് രാത്രി അജ്ഞാത സംഘം കല്ലെറിഞ്ഞു. ചൊവ്വാഴ്ച രാത്രി 9:20 ഒറ്റപ്പാലം ഷൊർണൂർ സംസ്ഥാന പാതയിലെ കല്ലേക്കാടിനും 2-ാം മൈലിനും ഇടയിലുള്ള കുർശാക്കുളത്താണ് സംഭവം. ഇതിനു പിന്നാലെ പാലക്കാട് ഗുരുവായൂർ പാതയിൽ മിന്നൽ പണിമുടക്ക് നടത്തി സ്വകാര്യ ബസ്സുകാർ. ഗുരുവായൂരിൽ നിന്നും പാലക്കാട്ടേക്ക് പോയ രാജപ്രഭ ബസ്സിനു നേരെയാണ് കഴിഞ്ഞ ദിവസം രാത്രി ആക്രമണമുണ്ടായത്. പിൻവശത്തെ ചില്ല് തകർത്ത് കല്ല് ബസ്സിനുള്ളിലേക്ക് പതിച്ചെങ്കിലും യാത്രക്കാർ ഒഴിഞ്ഞുമാറിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പിൻവശത്തെ ഗ്ലാസ് പൂർണ്ണമായും തകർന്നു. കല്ല് ബസ്സിലേക്ക് പതിച്ച ഉടൻ 3 പേർ ഓടിപ്പോയെന്ന് ബസ്സിലുണ്ടായിരുന്ന ജീവനക്കാരും യാത്രക്കാരും പറഞ്ഞു. ഇന്നലെ രാത്രി ഞങ്ങൾ ഗുരുവായൂരിന്ന് പാലക്കാട്ടേക്ക് 9:30 ചായയിൽ എത്തണായിട്ട് ഒരു 10 മിനിറ്റ് മുന്നെയാണ് സംഭവം ഉണ്ടാവുന്നത്. ഇവിടെ കല്ലേക്കാട് ബ്ലോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് 2-ാം മൈലിന്റെ ഇടയിൽ വെച്ചിട്ട് ഒരു 4 യാത്രക്കാർ കൈ കാണിക്കുകയും അതേ തുടർന്ന് ബസ്സിന്റെ പുറകിലത്തെ ചില്ല് എറിഞ്ഞ് ഉടക്കുകയും ചെയ്തവര്. മുന്നിലത്തെ 2 ബസ്സുകൾ നിർത്താത്തതിന്റെ രോഷോ അതോ മാരകമായ എന്തോ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ള എന്തോ പ്രശ്നങ്ങളാണോന്ന് അറിയില്ല. അവർ ബാക്കിലത്തെ ഗ്ലാസ് കല്ലെടുത്തിട്ട് എറിഞ്ഞ് പൊട്ടിച്ചു. നമ്മുടെ വണ്ടി അവിടെ നിന്ന് സ്റ്റോപ്പിൽ നിർത്തിയിട്ട് പതുക്കനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കൈ കാണിക്കാൽ നിർത്താവുന്ന ഒരു സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരതിന് മുന്നേ തന്നെ കയ്യിൽ കല്ലായിട്ട് നിൽക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 2 വണ്ടി നിർത്താണ്ട് പോയതിനുള്ള ദേഷ്യത്തിൽ അടുത്ത വണ്ടി പോകുമ്പോൾ കല്ലെറിയുന്നുള്ളൊരു കുറച്ച് തീരുമാനത്തോടെ നിൽക്കണ പോലെയാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലാത്ത പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വണ്ടി കൈ കാണിച്ചിട്ട് ഒരു കല്ലെടുത്ത് എറിയുമ്പോഴേക്കും വണ്ടി അവിടെ നിന്ന് പാസ്സായി പോകും. അങ്ങനെയല്ല ഉണ്ടായുള്ളത്. ഒരു കല്ല് കയ്യിൽ പിടിച്ച് നിൽക്കുമായിരുന്നു. അവർ വന്നപ്പോൾ എറിഞ്ഞു. ഞങ്ങൾ ആദ്യം വിചാരിച്ച് വണ്ടി എയർ കുടുങ്ങിയിട്ട് പൊട്ടിയതാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളാദ്യം. പിന്നീടാണ് മനസ്സിലായത് ബാക്കിൽ വണ്ടിയിൽ വന്നിരുന്ന യാത്രക്കാർ വന്നു. നിങ്ങളുടെ വണ്ടിക്ക് കല്ലെറിഞ്ഞിട്ട് 4 ആൾക്കാർ അതേപോലെ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് പറഞ്ഞു. മറ്റൊരു വാഹനം എത്തിച്ചാണ് യാത്രക്കാരെ പാലക്കാട് എത്തിച്ചത്. സംഭവത്തിൽ ബസ് ജീവനക്കാരുടെ പരാതിയിൽ നോർത്ത് പോലീസ് കേസെടുത്തിട്ടുണ്ട്. സമീപത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. സംഭവത്തിന് പിന്നാലെ ബസ്സുകൾക്ക് നേരെ കല്ലേറ് പതിവാകുന്നുവെന്ന് ആരോപിച്ചാണ് മിന്നൽ പണിമുടക്കുമായി സ്വകാര്യ ബസ്സുകാർ രംഗത്ത് വന്നത്. പ്രതികളെ കണ്ടെത്തി ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് പാലക്കാട് ഗുരുവായൂർ റൂട്ടിലെ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തിയത്. ആക്രമണം നടത്തുന്നവരെ പോലീസ് പിടികൂടുന്നില്ലെന്നും ജീവനക്കാർ ചൂണ്ടിക്കാട്ടുന്നു. പാലക്കാട് ടൗൺ ബസ് സ്റ്റാൻഡിൽ നിന്നും പാലക്കാട് ഗുരുവായൂർ റൂട്ടിലേക്ക് ഓടുന്ന ബസ്സുകളാണ് രാവിലെ മുതൽ മിന്നൽ പണിമുടക്കിയത്. ഇതോടെ യാത്രക്കാരും കഷ്ടത്തിലായി. സ്വകാര്യ ബസ്സുകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നത് തടയാൻ നടപടി സ്വീകരിക്കണമെന്ന് BMS ജില്ലാ വൈസ് പ്രസിഡന്റ് ശിവദാസ് ആവശ്യപ്പെട്ടു. ഇന്ന് പട്ടാമ്പി, ഷൊർണൂർ, പറളി റൂട്ടിലോടുന്ന ബസ്സുകൾ, സ്വകാര്യ ബസ്സുകൾ ഒരു സൂചനാ പണിമുടക്ക് എന്ന് പറയുന്ന സമയത്ത് ആ പണിമുടക്കിൽ ഇന്നലെ കല്ലേക്കാട് വെച്ചിട്ടുള്ള രാജപ്രഭ എന്ന് പറയുന്ന ബസിന്റെ പുറകിൽ കല്ലെറിഞ്ഞ് ഗ്ലാസ് പൊട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച ശ്രീനിവാസ എന്ന് പറയുന്ന ബസിന്റെ പുറകിലെ ഗ്ലാസ് എറിഞ്ഞു പൊട്ടിക്കുകയും നിരന്തരമായിട്ടുള്ള ഇതുപോലെ ബസ് മേഖലയിലെ തൊഴിലാളികളെയും ആ വാഹനത്തിന് നശിപ്പിക്കുന്ന രീതിക്കുള്ള മുന്നോട്ട് പോകുന്ന ഒരു നടപടി കുറേ മാസങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ശക്തമായിട്ട് തന്നെ അത്തരത്തിലുള്ള കുറ്റം ചെയ്യുന്നവരെ നടപടിയെടുക്കണമെന്നും അത് നിയമത്തിന്റെ മുന്നിൽ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് തൊഴിലാളികൾ ഒരു പണിമുടക്കിലേക്ക് മുന്നോട്ട് പോയിരിക്കുന്നത്. ശക്തമായ നടപടിയെടുത്തില്ലെങ്കിൽ വീണ്ടും ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുന്നതാണ് ഭാരതീയ മുസ്ലിംഘത്തിന് ഇതിൽ പറയാനുള്ളത്. ജീവനക്കാരുടെ GPF ഉൾപ്പെടെയുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് വാട്ടർ അതോറിറ്റി ജീവനക്കാരുടെ ത്രിദിന സത്യാഗ്രഹ സമരത്തിന് തുടക്കമായി. കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CA2ന്റെ ആഭിമുഖ്യത്തിലാണ് കൽമണ്ഡപത്തെ വാട്ടർ അതോറിറ്റി ജില്ലാ ആസ്ഥാനത്തിന് സമീപം സത്യാഗ്രഹ സമരം ആരംഭിച്ചിട്ടുള്ളത്. പെൻഷൻ ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി വിതരണം നടത്തണമെന്നും ജീവനക്കാരോടും പെൻഷൻകാരോടുമുള്ള അവഗണന വാട്ടർ അതോറിറ്റി അവസാനിപ്പിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. CITU സംസ്ഥാന കമ്മിറ്റി അംഗം TK അച്യുതൻ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തു. പ്രതികരണം ഗവൺമെന്റിനെതിരായ വിഷയങ്ങളെ തിരിച്ചുവിടുക. കേരളത്തിൽ അധികാരത്തിലുള്ള ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായി ജീവനക്കാരെ തിരിച്ചുവിടുക. അങ്ങനെ അസംതൃപ്തിയും പ്രതിഷേധവുമുള്ള ഗവൺമെന്റ് വിരുദ്ധ വികാരമുള്ള ആളുകളാക്കി ജീവനക്കാരെ മാറ്റിയെടുക്കുക എന്ന ഗൂഢ ലക്ഷ്യം ഉണ്ടോ എന്ന് പോലും സംശയിക്കുക. പല മേഖലകളിലും ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ടിരിക്കുക. യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് KP ലാവണ്യ അധ്യക്ഷത വഹിച്ചു. B മോഹൻദാസ് ആമുഖ പ്രഭാഷണം നടത്തി. ബാലകൃഷ്ണൻ, K മഹേഷ് തുടങ്ങിയവർ സമരത്തെ അഭിസംബോധന ചെയ്തു. യൂണിയൻ ജില്ലാ സെക്രട്ടറി K രവീന്ദ്രൻ സമരപരിപാടികൾ വിശദീകരിച്ചു. A നന്ദകുമാർ സമാപന പ്രസംഗം നടത്തി. ഭിന്നശേഷിക്കാർക്ക് പ്രചോദനമേകി ഉണർവ് 2024. ലോക ഭിന്നശേഷി ദിനാചരണം ഉണർവ് 2024 ആവേശമായി.
അവശതകളും പരിമിതികളും മറന്ന് അവർ വേദിയിൽ കലാവിരുന്നൊരുക്കി. സദസ്സിലുണ്ടായിരുന്ന സഹപാഠികളും മറ്റുള്ളവരും അവർക്കൊപ്പം പാട്ടുപാടുകയും ചുവടുവയ്ക്കുകയും ചെയ്തു. രാജ്യാന്തര ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പും ജില്ലാ സാമൂഹ്യനീതി ഓഫീസും സംഘടിപ്പിച്ച ഉണർവ് 2024 ശരിക്കും ഉണർവായി. ധോണി ലീഡ് കോളേജിന്റെ സഹകരണത്തോടെ നടത്തിയ കലാപരിപാടികൾ നൃത്തങ്ങൾ, മിമിക്രി, പ്രച്ഛന്നവേഷം ഉൾപ്പെടെയുള്ള ഇനങ്ങളിൽ പ്രായഭേദമന്യേ ഭിന്നശേഷിക്കാർ തിളങ്ങി. 18 ഭിന്നശേഷി സ്ഥാപനങ്ങളിൽ നിന്നായി 450 ഭിന്നശേഷിക്കാർ വിവിധ പരിപാടികളിൽ പങ്കെടുത്തു. ADM P സുരേഷ് പതാക ഉയർത്തി. സമാപന സമ്മേളനം A പ്രഭാകരൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇത്തരം വ്യക്തികളോടും അവരുടെ കുടുംബാംഗങ്ങളോടും ആദരവും ബഹുമാനവും സ്നേഹവും പ്രകടിപ്പിക്കുക എന്നതാണ് അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനമായി ആചരിക്കുന്ന ഈ ദിവസം നമുക്ക് ചെയ്യാനുള്ളത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനിമോൾ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ സമീർ മച്ചിങ്കൽ, മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V ബിജോയ്, അകത്തേത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത അനന്തകൃഷ്ണൻ, പുതുപ്പെരിയാരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് V മോഹൻ, അകത്തേത്തറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണൻ, ധോണി ലീഡ് കോളേജ് പ്രിൻസിപ്പൽ തോമസ് ജോർജ്, ഓർഫനേജ് കൺട്രോൾ ബോർഡ് ജില്ലാ അംഗം സുമലത മോഹൻദാസ്, പ്രകാശ്, ആദർശ്, ശിവദാസൻ, മൂസ് പതിയിൽ, ഗോവിന്ദ് ദേവാശ്രയം, മേജർ സുധാകര പിള്ള, പരിവാർ സുന്ദരൻ, ഖാദർ മൊയ്തീൻ എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാന വ്യവസായ വകുപ്പ് നടത്തുന്ന സ്പെക്ട്രം 2024 തൊഴിൽമേള ഡിസംബർ 6 മലമ്പുഴ ITIയിൽ നടക്കും. സാങ്കേതിക പരിജ്ഞാന സർട്ടിഫിക്കറ്റ് ലഭിച്ചവർക്കും മുൻപരിചയമുള്ളവർക്കും തൊഴിൽമേളയിൽ പങ്കെടുക്കാൻ കഴിയുമെന്ന് മലമ്പുഴ ITI പ്രിൻസിപ്പൽ EK മുഹമ്മദ് അഷ്റഫ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാലക്കാട് ജില്ലയിലെ സ്പെക്ട്രം 2024 തൊഴിൽമേള ഡിസംബർ 6 വെള്ളിയാഴ്ച മലമ്പുഴ ITIയിൽ വെച്ച് നടക്കുന്നു. ജില്ലയിലെ സർക്കാർ സ്വകാര്യ ITIകളിൽ നിന്നായി പരിശീലനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഈ മേളയിൽ 1000-ൽ പരം ഉദ്യോഗാർത്ഥികളെയും 50-ൽ പരം കമ്പനികളെയും പങ്കെടുപ്പിക്കുന്നു. DWMS പോർട്ടലിലൂടെയാണ് രജിസ്ട്രേഷൻ നടത്തേണ്ടത്. സംസ്ഥാനത്തിന് അകത്തും പുറത്തു നിന്നുമുള്ള സ്ഥാപനങ്ങൾ പങ്കെടുക്കുന്ന മേളയിൽ 1500ഓളം പേർ തൊഴിലവസരങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വ്യാവസായിക പരിശീലന വകുപ്പ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും 2017 മുതൽ സ്പെക്ട്രം തൊഴിൽ മേളകൾ സംഘടിപ്പിച്ചു വരുന്നു. ITIകളിൽ നിന്നും പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് അനുയോജ്യമായ തൊഴിലിടങ്ങളെ പരിചയപ്പെടുത്തുക, വ്യവസായ സ്ഥാപനങ്ങൾക്ക് സാങ്കേതിക പരിജ്ഞാനം നേടിയ വിദഗ്ധ തൊഴിലാളികളെ ലഭ്യമാക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് വ്യാവസായിക പരിശീലന വകുപ്പ് സ്പെക്ട്രം ജോബ് ഫെയറുകൾ സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള 50-ലധികം കമ്പനികൾ തൊഴിൽ നൽകുന്നതിനായി രംഗത്ത് വന്നിട്ടുണ്ട്. 1500-ലധികം ഒഴിവുകളിലേക്കാണ് ഉദ്യോഗാർത്ഥികളെ തേടുന്നത്. സാങ്കേതിക പരിജ്ഞാനമുള്ളവർക്കും മുൻപരിചയമുള്ളവർക്കും തൊഴിൽ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് തൊഴിൽമേള സംഘടിപ്പിക്കുന്നത്. ജില്ലയിലെ സർക്കാർ സ്വകാര്യ പട്ടികജാതി വകുപ്പിന് കീഴിലെ വിദ്യാർത്ഥികൾക്ക് തൊഴിൽമേളയിൽ പങ്കെടുക്കാനാകും. DWMS പോർട്ടലിലൂടെയാണ് രജിസ്ട്രേഷൻ നടത്തേണ്ടതെന്നും മുഹമ്മദ് അഷറഫ് പറഞ്ഞു. സംഘാടക ഭാരവാഹികളായ VV ജനാർദ്ദനൻ, TV ശ്രീജിത്ത്, TP ബിജേഷ്, ബാബു എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. രാമശ്ശേരി ഗ്രാമസഭയുടെ തീരുമാനത്തിന് സുപ്രീംകോടതി വിധിയുടെ വിലയുണ്ടെന്ന് സുപ്രീംകോടതി തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും ഗ്രാമസഭയുടെ തീരുമാനത്തെ ലംഘിക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്കോ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കോ അധികാരമില്ലെന്ന് കേരള സിവിൽ സൊസൈറ്റി പഞ്ചായത്തി രാജ് മൂവ്മെന്റ് സംസ്ഥാന കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ജോൺ ജോസഫ് പറഞ്ഞു. സർവോദയ കേന്ദ്രവും കേരള സിവിൽ സൊസൈറ്റി പഞ്ചായത്തി രാജ് മൂവ്മെന്റും ചേർന്ന് ഗ്രാമസഭയിലെ ജനങ്ങൾക്കുള്ള അധികാരത്തെക്കുറിച്ചും ഗ്രാമസഭയുടെ ചുമതലകളെക്കുറിച്ചും പഠിക്കുന്നതിനും ഇടപെടുന്നതിനുമായി രാമശ്ശേരി ഗാന്ധി ആശ്രമത്തിൽ സംഘടിപ്പിച്ച പരിശീലന പരിപാടിയിൽ ക്ലാസ് എടുക്കുകയായിരുന്നു അദ്ദേഹം. ഗ്രാമസഭയുടെ അധികാരങ്ങൾ ഉപയോഗിച്ച് ഗ്രാമപഞ്ചായത്തുകളുടെ വികസനക്ഷേമ പദ്ധതികളുടെ ആസൂത്രണം, മോണിറ്ററിംഗ്, സോഷ്യൽ ഓഡിറ്റ് തുടങ്ങിയ കാര്യങ്ങളിൽ പൌരസമൂഹം ക്രിയാത്മകമായി ഇടപെടുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കി ഭരണവികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ നേരിട്ട് പങ്കാളികളാവാമെന്ന് തുടർന്ന് സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു. എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രേവതി ബാബു പരിശീലനം ഉദ്ഘാടനം ചെയ്തു. സർവോദയ കേന്ദ്രം ഡയറക്ടർ പുതുശ്ശേരി ശ്രീനിവാസൻ അധ്യക്ഷനായി. പഞ്ചായത്ത് മെമ്പർ A സുബ്രഹ്മണ്യൻ, കേരള സിവിൽ സൊസൈറ്റി പഞ്ചായത്തി രാജ് മൂവ്മെന്റ് ജില്ലാ കൺവീനർ അശോക് KC, ദേശീയ വിവരാവകാശ കൂട്ടായ്മ ജില്ലാ കോർഡിനേറ്റർ KV കൃഷ്ണകുമാർ,
സർവോദയ കേന്ദ്രം ജോയിന്റ് ഡയറക്ടർ ഉണ്ണിക്കുട്ടൻ മടച്ചിപ്പാടം, രാമശ്ശേരി പാടശേഖര സമിതി പ്രസിഡന്റ് ജയകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ബോധവൽക്കരണവും പരിശീലനവും നൽകുന്നതിന് AI കമ്മ്യൂണിറ്റി ക്ലബ്ബ് ഓഫ് പാലക്കാട് നടപടികൾ സ്വീകരിക്കും. കമ്പ്യൂട്ടർ വൽക്കരണത്തെ എതിർത്തതുപോലുള്ള നിലപാടല്ല, സ്വീകരിക്കുന്ന നിലപാടാണ് വേണ്ടതെന്നും ഡയറക്ടർ P. രാമചന്ദ്രമേനോൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇപ്പൊ ഒരു കണ്ണിന്റെ പ്രവർത്തനം പറയുകയാണെങ്കിൽ ടീച്ചർക്ക് വായെക്കൊണ്ട് പറയുന്ന ഒരു ലിമിറ്റേഷൻ ഉണ്ട്. നമ്മളൊക്കെ പഠിക്കുമ്പോൾ ചിത്രം മാപ്പ് കൊണ്ടുവന്നിട്ട് കാണിച്ചിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ക്ലാസ്സിൽ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ അല്ല അല്ലെ. അപ്പൊ ഇത് കണ്ണിന്റെ പ്രവർത്തനം 2 ഡയമെൻഷനായിട്ടും 3 ഡയമെൻഷനായിട്ടും ഇമേജ് ഫോം ചെയ്യുന്നതും കണ്ണുകളുടെ പ്രശ്നങ്ങൾ അതിന് വരുന്ന അതെല്ലാം നന്നായിട്ട് കാണിക്കാൻ പറ്റും. അത് ഏത് ടെക്നോളജി കൂടെ വരുന്ന സമയത്ത് കുറച്ചുകൂടെ ഒരു വെർച്വൽ റിയാലിറ്റി, ഓഗ്മെന്റഡ് റിയാലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഏഴ് സാങ്കേതിക വശമുണ്ട്. ഇതൊന്നും സാധാരണക്കാരെ സംബന്ധിച്ചുള്ള വലുതായിട്ട് അറിയേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിപ്പോ മൊബൈൽ ഫോണിന്റെ ടെക്നോളജിയുടെ ബാക്ക്ഗ്രൗണ്ട് ടെക്നോളജി അറിയാതെയാണ് നമ്മളെല്ലാം ഉപയോഗിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെയാണ് AI ഇൻട്രിക്കസീസ്, അതിന്റെ ഡീപ്പായിട്ടുള്ള നോളജ് ഒന്നും ഇല്ലാതെ തന്നെ യൂസേഴ്സിന് ഉപയോഗിക്കാൻ പറ്റണം. അങ്ങനെ ഒരു ഉപയോഗിക്കാൻ പറ്റേണ്ടത് ഇത് സാധാരണക്കാരിൽ കൂടെ എത്തണം. കാരണം സാധാരണക്കാർക്ക് ഇതിനെ പറ്റിയിട്ട് ഒരുപാട് സംശയങ്ങളുണ്ട്. അനുനിമിഷം മാറിയും വളർന്നും കൊണ്ടിരിക്കുന്ന AI സാങ്കേതിക വിദ്യ ഏത് തരത്തിൽ സ്വീകരിക്കണമെന്ന ബോധവൽക്കരണമാണ് ആദ്യഘട്ടത്തിൽ നടത്തുന്നത്. ദോഷവശങ്ങളെ കണ്ടെത്താനും AI മേഖലയിലെ കോഴ്സുകളെ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്താനുമായി കോളേജ്, ഹയർ സെക്കൻഡറി മേഖലകളിൽ AI ക്ലബ്ബ് രൂപീകരിക്കും. വരാനിരിക്കുന്നത് ഡിജിറ്റൽ സാക്ഷരതയാണെന്നും ഇക്കാര്യത്തിൽ സാങ്കേതിക പരിജ്ഞാനമില്ലെങ്കിലും പ്രഥമ അറിവ് സമൂഹത്തിനും ലഭ്യമാവണം. പ്രാഥമിക അറിവുണ്ടെങ്കിൽ തന്നെ വീട്ടിലിരുന്ന് സമ്പാദ്യ മാർഗങ്ങൾ കണ്ടെത്താനാവും. ഉൽപ്പന്ന നിർമ്മാണം നടത്താൻ കഴിയുകയും വിൽപ്പന നടത്താൻ കഴിയാതിരിക്കുന്ന സാഹചര്യവും ഇല്ലാതാകും. AI ബന്ധപ്പെട്ട് പ്രാഥമിക അറിവ് നൽകുന്നതോടൊപ്പം തൊഴിൽ സാഹചര്യങ്ങൾ, പഠനങ്ങൾ, വിദേശ നയങ്ങൾ എന്നിവ സംബന്ധിച്ച അറിവും ക്ലബ്ബ് നൽകുമെന്ന് രാമചന്ദ്രമേനോൻ പറഞ്ഞു. PRO ലക്ഷ്മി പത്മനാഭൻ, KP പ്രേംകുമാർ, സൂരജ്, ഉണ്ണികൃഷ്ണൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്മ്യൂണിറ്റി ക്ലബ്ബ് ഓഫ് പാലക്കാടിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച രാവിലെ 10-ന് ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് പാലക്കാട് IIT ഡയറക്ടർ ഡോക്ടർ ശേഷാദ്രിനാഥ് നിർവഹിക്കും. ചെറുപ്രായത്തിൽ കുട്ടികളെ ഏറ്റവും സ്വാധീനിക്കാൻ കഴിവുള്ളവരാണ് ഗ്രാൻഡ് പാരന്റ്സ് എന്നും അവരെ നേർവഴിക്ക് നയിക്കാൻ ഇവർക്ക് കഴിയുമെന്നും OISCA സൗത്ത് ഇന്ത്യ യൂത്ത് ഫോറം ഡയറക്ടർ ഡോക്ടർ N. ശുദ്ധോധനൻ പറഞ്ഞു. പാലക്കാട് കൊപ്പം ലയൺസ് സ്കൂൾ സീനിയർ സെക്കൻഡറിയിൽ നടന്ന ഗ്രാൻഡ് പാരന്റ്സിന്റെ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഡോക്ടർ N. ശുദ്ധോധനൻ. മെഡിക്കൽ എൻട്രൻസ് എഴുതിയിട്ട് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ മേടിക്കാൻ ഉള്ള കോച്ചിങ് നമ്മുടെ ലയൺസ് സ്കൂളിൽ നിന്നോ മറ്റേത് സ്കൂളിൽ നിന്നോ കിട്ടാൻ സാധ്യതയുണ്ട്. പ്രീമിയം സ്കൂളുകളിൽ എല്ലാം അത് കിട്ടും. പക്ഷേ ഈ കോമൺ സെൻസ്, ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കോമൺ സെൻസ് എന്ന് പറഞ്ഞാൽ ആ ഇമോഷണൽ കോഷ്യൻസ് സമ്മാനിക്കാൻ ഗ്രാൻഡ് പാരന്റ്സിനെ കഴിയുള്ളൂ. അപ്പോൾ അവരെ നമ്മൾ ഉപദേശിച്ച് നന്നാക്കാമെന്ന് വിചാരിക്കേണ്ട, അവരെ നമുക്ക് ഇൻസ്പയർ ചെയ്യാൻ കഴിയും ഒരുപാട് കാര്യങ്ങളിൽ. എങ്ങനെയാണ് നമ്മുടെ ഈ ലയൺ സ്കൂളിനെ പോലെയുള്ള ഒരു ഗംഭീര സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയെ സാധാരണ വീട്ടിലിരിക്കുന്ന ഒരു ഗ്രാൻഡ് പേരന്റിനെ ഇൻസ്പയർ ചെയ്യാൻ കഴിയാന്ന് പറഞ്ഞാൽ മേക്ക് ദം ഫ്രണ്ട്സ്, അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക. സ്കൂൾ വിട്ടു വന്നാൽ അവർക്ക് പേരൻസിന്, അച്ഛനും അമ്മയ്ക്കും വർത്തമാനം പറയാൻ നേരം കിട്ടില്ല. ദേ ആർ ഓൾ വർക്കിംഗ്. അവരെല്ലാം കുടുംബത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ റിട്ടയർഡ് ആണ്, ടയേർഡേ അല്ല. ആ റിട്ടയർഡ് ആയിട്ടിരിക്കുന്ന ആളുകൾ ഫ്രണ്ട്ഷിപ്പ് കാക്ഷിക്കുന്ന കുട്ടികളാണ്. വീട്ടിൽ സ്നേഹം കിട്ടാത്തതുകൊണ്ടാണ് വഴിയിൽ പ്രണയം തിരയുന്നതും അതേപോലെ ക്ലാസ് മുറിയിൽ പ്രണയം തിരയുന്നതുമല്ല. പാലക്കാട് ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് PR ശ്രീരാം, ലയൺസ് സ്കൂൾ മാനേജർ T. ജയശങ്കർ, ലയൺസ് ക്ലബ്ബ് സെക്രട്ടറി രതീഷ് പാറക്കാട്ട്, പ്രിൻസിപ്പൽ ശോഭ അജിത് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ഗ്രാൻഡ് പാരന്റ്സിനെ ആദരിച്ചു. വിദ്യാർത്ഥികളുടെ വിവിധ പരിപാടികളും ഗ്രാൻഡ് പാരന്റ്സിനായി വിവിധ ഗെയിമുകളും നടത്തി. സമാധാന സന്ദേശവുമായി തവാങ്ങിലേക്ക് 14 സംസ്ഥാനങ്ങളുടെ ദീർഘദൂര യാത്ര നടത്തി മടങ്ങിയെത്തിയ ടീം അംഗങ്ങൾക്ക് പുതുശ്ശേരിയിൽ സ്വീകരണം നൽകി. 14 സംസ്ഥാനങ്ങളിലൂടെ ചൈന അതിർത്തിയിലും അരുണാചൽ പ്രദേശിലെ തവാങ് വരെ 7600 കിലോമീറ്റർ 17 ദിവസം കൊണ്ട് കാറിൽ യാത്ര ചെയ്ത LIC ഓഫീസർമാരായ രാജൻ, ജയദേവൻ, ശ്രീകുമാർ, VA ബാലു എന്നിവർക്കാണ് പുതുശ്ശേരി കൈലാസ് നഗറിൽ സ്വീകരണം നൽകിയത്. അതിശൈത്യ മേഖലയിലൂടെയും ദുർഘടം നിറഞ്ഞ പാതയിലൂടെയും സമാധാന സന്ദേശം നൽകി നടത്തിയ യാത്ര ഏറെ അനുഭവങ്ങൾ നൽകിയതായി ടീമംഗങ്ങൾ പറഞ്ഞു. തവാങ് യാത്ര കഴിഞ്ഞിട്ടാണ് എത്തിയിരിക്കുന്നത്. നവംബർ 6 പുറപ്പെട്ടു. പോകുന്ന വഴിക്ക് നമ്മൾ ആദ്യമേ തിരുപ്പതി ക്ഷേത്രത്തിൽ കയറി.
പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഒറീസയിൽ കയറിയിട്ട് ഒറീസ പുരി ജഗന്നാഥ ക്ഷേത്രം, കൊണാർക്ക് ടെമ്പിൾ, അങ്ങനത്തെ ക്ഷേത്രങ്ങൾ, പിന്നെ കൽക്കട്ടയിൽ കാളി ക്ഷേത്രം, കാളിമാ ക്ഷേത്രം, അങ്ങനെ പിന്നീട് അങ്ങോട്ട് കൽക്കട്ടയിൽ നിന്ന് പിന്നെ വിട്ട് ആസാം വഴി തവാങ് അരുണാചൽ പ്രദേശിൽ അങ്ങേയറ്റം വരെ എത്തി. തവാങ്ങിൽ ഞങ്ങൾക്ക് 2-3 സ്പോട്ടുകൾ കിട്ടി. ഒന്ന് സെല പാസ് 13,700 അടി ഉയരത്തിലുള്ളത്, അവിടെ തന്നെ സെല ലേക്ക് ഉണ്ട്. പിന്നെ നമുക്ക് സമുദ്രനിരപ്പിൽ നിന്നും 13,700 അടി ഉയരത്തിലുള്ള തവാങ് സന്ദർശിച്ചാണ് മടങ്ങിയത്. കൈലാസ് നഗർ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ചേർന്ന് യാത്രികർക്ക് ഊഷ്മളമായ സ്വീകരണം നൽകി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.